6-ൽ ലേറ്റസ്റ്റ് ചർച്ച സായി കൃഷ്ണ പണപ്പെട്ടി എടുത്ത് പോയതാണ്. കുറേ പേര് എക്സ്പെക്ട് ചെയ്തിരുന്നു, കുറേ പേര് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നിലവിലെ സോഷ്യൽ മീഡിയയിൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇതിൽ തന്നെ എന്തിന്റെ ബേസിലായിരിക്കും സായി ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്നാണ് ഭൂരിഭാഗവും ചോദിക്കുന്നത്. അതിന് നിരവധി കാരണങ്ങളുമുണ്ട്. നമുക്കറിയാം, ബിഗ് ബോസ് സീസൺ 6-ലെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന വൈൽഡ് കാർഡുകളിൽ ഒരാളായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സായി കൃഷ്ണ. വർഷങ്ങളായി ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന സായിക്ക് വീടിനുള്ളിൽ ചെന്നാൽ ഗെയിം ഈസിയായി കളിക്കാൻ പറ്റുമെന്നും അതുപോലെ കണ്ണിങ്ങിൽ മുൻപോട്ട് പോകാൻ സാധിക്കുമെന്നൊക്കെയാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല, ഇത്രയും ദിവസം ബിഗ് ബോസ് കണ്ട് പരിചയമുള്ള വ്യക്തി എന്ന നിലയിൽ ഓരോ മത്സരാർത്ഥികളുടെയും വീക്ക് പോയിന്റ് എല്ലാം കൃത്യമായി അറിയുമെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഗെയിം കളിക്കാൻ സായിക്ക് സാധിച്ചിരുന്നില്ല. റിവ്യൂ പറയുന്നത് പോലെയല്ല ഗെയിം കളിക്കുന്നതും തുടങ്ങി അന്നേ പരിഹാസങ്ങളുണ്ടായിരുന്നു. വന്നപാടെ ജാസ്മിനോട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തോടെ ബിഗ് ബോസിന്റെ വാണിംഗും കിട്ടി. ശേഷം അങ്ങോട്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയ സായിയാണ് പ്രേക്ഷകർ കണ്ടത്. എന്നാൽ അവസാന ആഴ്ചകളിൽ, പ്രത്യേകിച്ച് സിജോയുടെ റീ എൻട്രിക്ക് ശേഷം സായി ഗെയിം പ്ലാനുകളും മറ്റുമായി ആക്റ്റീവ് ആയിരുന്നു. ഈ പ്ലാനുകളിൽ ഭൂരിഭാഗവും ഫ്ലോപ്പ് ആയെങ്കിലും സ്ക്രീൻ സ്പേസിൽ സായി മുന്നിട്ട് നിന്നിരുന്നു. ഏറ്റവും കൂടുതൽ സായി ശ്രദ്ധ നേടിയത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിലെ അതിഗംഭീര പെർഫോമൻസിന് പിന്നാലെയാണ്. ഒട്ടുമിക്ക ടാസ്കുകളിലും ആക്റ്റീവായി അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നു. ഇതിനിടയിൽ സിജോയുമായി ചേർന്ന് ജാസ്മിൻ, ജിൻഡോ ഇവർക്കെതിരെയും തനിക്ക് പറ്റുന്ന രീതിയിൽ സായി പല പ്ലാനുകളും നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ഒരാൾ ഒന്നും കാണാതെ പണപ്പെട്ടി എടുക്കില്ലെന്നാണ് ഭൂരിഭാഗവും പറയുന്നത്. രണ്ട് രീതിയിൽ ആളുകൾ ഈ സംഭവത്തെ വിലയിരുത്തുന്നുണ്ട്. ഒന്നാമതായി, എവിക്റ്റായി പോകുന്നതിലും നല്ലത് കിട്ടിയ പൈസയും എടുത്ത് പോവുക എന്ന നിലപാടായിരിക്കാം. കാരണം ടോപ്പ് 5-ലേക്കോ അല്ലെങ്കിൽ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറായോ ആകില്ലെന്ന് സായിക്ക് 100% ഉറപ്പായിരുന്നു. ആ നിലയ്ക്ക് ഈ നീക്കത്തെ ഈ രീതിയിൽ കാണാവുന്നതാണ്. രണ്ടാമതായി, ഫെയിം ബേസിലാകാം. നമുക്കറിയാം, ബിഗ് ബോസ് സീസണുകളിലെ എപ്പോഴും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന 3 കാര്യങ്ങളാണ് ടിക്കറ്റ് ടു ഫിനാലെ, പണപ്പെട്ടി, ബിഗ് ബോസ് കപ്പ്. ഇവയെല്ലാം പ്രേക്ഷകർക്ക് എന്നും ഓർമ്മയിലുണ്ടാവും. അല്ലാത്ത പക്ഷം ഒരു നോർമൽ മത്സരാർത്ഥി എന്ന പേര് മാത്രമാണ് ഉണ്ടാവുക. സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ ഇതൊന്നും ഓർക്കാറില്ല. ഇതാകുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസണുകളിൽ രണ്ടാമത് പണപ്പെട്ടി എടുത്തയാൾ എന്ന പേരും ലഭിക്കും. ഒരുപക്ഷെ ആ രീതിയിലും സായി ചിന്തിച്ചിട്ടുണ്ടാകാം. ഇനി ഇതിനെല്ലാം പുറമെ മറ്റൊരു ചർച്ച കൂടി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച എവിക്റ്റായ നന്ദന മണി ബോക്സ് ടാസ്കിനായി കാത്തിരുന്ന മത്സരാർത്ഥിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തനിക്കൊരു വീടാണ് ആഗ്രഹമെന്നും അതിനാൽ തന്നെ മണി ബോക്സ് വന്നാൽ തന്നെ അതെടുത്ത് പുറത്തു പോകുമെന്നും നന്ദന പലതവണ സഹ മത്സരാർത്ഥികളോട് പറഞ്ഞിരുന്നു. ശേഷമാണ് എവിക്റ്റ് ആകുന്നത്. തൊട്ടു പിന്നാലെ നന്ദനയെ സഹോദരിയായി കാണുന്ന സിജോയും അതുപോലെ സായി കൃഷ്ണയും നന്ദനയുടെ ആഗ്രഹം സഫലമാക്കണം, നന്ദനയ്ക്ക് വേണ്ടി മണി ബോക്സ് എടുത്ത് സായി ഇറങ്ങുമെന്ന രീതിയിലും ചർച്ചകൾ നടന്നിരുന്നു. തൊട്ടു പിന്നാലെയാണ് പണപ്പെട്ടിയുമായി സായി ഇറങ്ങിയത്. ആ നിലയ്ക്ക് കിട്ടിയ പണം നന്ദനയ്ക്ക് കൊടുത്ത് വാക്ക് പാലിക്കുമോ എന്ന ചർച്ചകളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിൽ സായിയെ വിമർശിക്കുന്നവരും ഒരു ഭാഗത്തുണ്ട്. ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് യാതൊരു ഗെയിം സ്പിരിറ്റും ഇല്ലാതെ മുന്നോട്ട് പോവുകയും വീടിനുള്ളിലുള്ള ബാക്കി മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാനും വിജയിപ്പിക്കാനും നന്മ മരം കളിക്കാനും മാത്രമായി വന്ന വേഴ്സ്റ്റ് കണ്ടസ്റ്റന്റ് എന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. എന്തായാലും പണപ്പെട്ടി എടുത്ത സായി ഇവയ്ക്കെല്ലാം നൽകുന്ന മറുപടിക്കായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രേക്ഷകരെ.